ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ? വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ മഴയാണ്, എല്ലായിടവും മഴയാണ്. ഇവിടെയും മഴ, രാവിലെ തൊട്ടേ മഴയായിരുന്നു. പിന്നെ പകലൊരു 11 മണിയൊക്കെ ശേഷം വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ദേ വീണ്ടും മഴയാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയമായപ്പം കറണ്ടൊക്കെ പോകുമെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? വീണ്ടും മഴ 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 സർവത്ര മഴ. എന്താ സാനു, പിന്നെ എന്താണ് വിശേഷം പറയാനുള്ളത്? കുട്ടമുണ്ടോ? കുട്ട എവിടെ? കുട്ട എപ്പോ വരും കേട്ടോ? കുട്ട എപ്പോ വരും? പിന്നെ നമ്മുടെ മുറിയിൽ ഫാനുണ്ട്. സാൻവി അങ്ങമ്മയിലൊന്നും പോയില്ല. അങ്ങമ്മയിൽ പോകാതെ മടിയൊക്കെ പിടിച്ചിരുന്നു. മഴയൊക്കെ അല്ലായിരുന്നോ? അതുകൊണ്ട് സാൻവി മടി പിടിച്ചല്ലേ? സാൻവിയുടെ അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് സാൻവി ഇന്ന് മടി പിടിച്ചിരുന്നു. അച്ഛൻ രാവിലെ പോവാമെങ്കിൽ സാൻവി കറക്റ്റായിട്ട് പോയിക്കോളും. അച്ഛനുണ്ടെങ്കിൽ പിന്നെ ഒരു മടിയാണ് പോവാനെ കൊണ്ട്. കളിക്കാമല്ലോ. സാൻവി മടിയൊക്കെ പിടിച്ചിരുന്നു. സാൻവി ഒരു പാട്ട് പാടിക്കേ. ഏത് പാട്ടാ പാടുന്നത്? പാടിക്കേ. അയ്യോ പറ്റിച്ചേ, അയ്യോ കാക്കേ പറ്റിച്ചേ. അപ്പം സാൻവിയുടെ ഫാനാണ്. മറ്റുള്ള ഫാൻ കൂട്ടാക്കാൻ സാൻവി കയ്യിലൊരു ഫാൻ കരുതിയാണ് ഇരിക്കുന്നത്. ഫാനൊന്ന് കറക്കി കാണിച്ചേ. ഫാൻ കറക്കി കാണിച്ചേ. സാൻവിയുടെ ഫാനാണ്. ആരും എടുക്കല്ലേ, ഫാൻ തരത്തില്ല കേട്ടോ. സാൻവിക്ക് കാറ്റ് കൊള്ളാനുള്ളതാണ്, ആരും ചോദിച്ചുകൂടാ. എന്ത് രസമാണ്. നമ്മൾ സാൻവിനെ സ്കിൻ ഡോക്ടറെ കാണിക്കാനെ കൊണ്ട് നമ്മളിങ്ങനെ പോകാനെ കൊണ്ട് വർക്കല വരെ കിംസി പോകാൻ, ട്രിവാൻഡ്രം കിംസി കാണിക്കാമല്ലോ വെച്ചായിരുന്നു. നമ്മൾ ഇവിടെ കാണിച്ചിട്ട് കുറവില്ല. അങ്ങനെ സാൻവിയുടെ കഴുത്തിലെല്ലാം ഇങ്ങനെ കുരുക്കളാണ്. അങ്ങനെ ഇവിടുത്തെ സ്കിൻ ഡോക്ടറെ കാണിച്ചു. പക്ഷേ 2 തവണ കൊണ്ട് കാണിച്ചിട്ടും അങ്ങോട്ട് കുറയണില്ല. അങ്ങനെ നമ്മൾ കിംസിലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറയും, നല്ല ഡെർമറ്റോളജിസ്റ്റാണ്. അങ്ങനെ കാണിക്കാനെ കൊണ്ട് നമ്മൾ രാവിലെ എല്ലാം റെഡിയായി. എന്താ പറയുക, വർക്കല വരെ എത്തി. വർക്കല വരെ എത്തിയപ്പോഴത്തെ മഴ ശക്തമായിട്ട് നമ്മൾ തിരിച്ചു പോന്നു ഇല്ലേ? പിന്നെ സാൻവിക്ക് ഭയങ്കര മടി, ഒരു തരത്തിൽ പോകില്ല. അങ്ങ് മടി പോകാൻ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പോയിട്ട് അപ്പോഴേങ്ങ് വന്നു. പക്ഷെ സാൻവി പോത്തില്ല അല്ലേ? എന്നോട് അച്ഛൻ ഉള്ളതുകൊണ്ട് സാൻവി പോവില്ല. പിന്നെ വേറെ സാൻവി വിശേഷങ്ങൾ ഇങ്ങോട്ട് നോക്കി പറ. സാൻവി ഇഷ്ടംപോലെ പാട്ട് പഠിക്കുന്നുണ്ട്. അംഗൻവാടിയിൽ പോയതിനു ശേഷം ടീച്ചർ എപ്പോഴും പാട്ടൊക്കെ പഠിപ്പിക്കും. നല്ല ടീച്ചറാണ് അല്ലേ? സാൻവിക്ക് ടീച്ചർ ഇഷ്ടമാണോ? സൂപ്പറാണോ ടീച്ചർ? സൂപ്പറാണെന്ന് പറഞ്ഞ ടീച്ചർ. അവിടുത്തെ ഹെൽപ്പറാണ് സെലീന ആൻറ്റി. സെലീന ആൻറ്റി ഇഷ്ടമല്ല. സെലീന ആൻറ്റി പിള്ളേരെയൊക്കെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ കുരുത്തക്കേട് കാരണമാണ് ആൻറ്റി വഴക്ക് പറയണത്. അതുകൊണ്ട് അവളമാർക്കാർക്കും സെലീന ആൻറ്റിയെ പേടിയാണ്. എന്നാൽ സെലീന ആൻറ്റി ഇഷ്ടമല്ല. ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ പാട്ടൊക്കെ പഠിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും അല്ലേ?
കളിക്കണ സാധനം തരും. തരത്തില്ലയോ? തരുമല്ലോ. ടീച്ചർ നല്ല ടീച്ചർ. എഴുതൊക്കെ മക്കളെ കാണത്തില്ല വീഡിയോയില്. എവിടെ വെച്ച് കിടക്കണ വീഡിയോ കിട്ടത്തില്ല. എഴുതേക്ക്. അപ്പൊ നമ്മ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതാണ് സാനു. ഇതേ പിണങ്ങി പോയി കിടന്ന്. സാനു ക്ഷീണം വന്ന് കുറെ നേരം ഇരുന്നപ്പോ സാനു പോയി കിടന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വിശേഷങ്ങള്. ഇനിയുള്ള അച്ഛൻ വന്നിട്ടില്ല. 10 മണി കഴിയും വരാൻ. 10 മണി 10:15 ആവും വരാനെ കൊണ്ട്. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തായാലും കുറച്ചിപ്പോൾ അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇങ്ങനെ ഇടാത്തത് സാനു സന്ധ്യക്ക് കിടന്ന് അങ്ങ് ഉറങ്ങിക്കളയും. പിന്നെ ഞാൻ മാത്രമേ കാണുള്ളൂ. അപ്പം ഞാൻ പിന്നെ മടിക്കും വീഡിയോ എടുക്കാൻ. അതാണ് പിന്നെ വീഡിയോ ഒന്നും വരാത്തത്. പിന്നെ ചെറിയ ഷോർട്സൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ പോസ്റ്റ് ചെയ്യും. ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒരു രസമെല്ലാം വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഷോർട്സൊക്കെ ഇടുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ ചാനലിൽ എന്താ പറയുക, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 1800 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് അല്ലേ? സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുന്ന പോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് 100 കടന്ന് 1800 നിൽക്കുകയാണ് ഇപ്പോൾ. എന്തോ കൊച്ചു പിള്ളേർ പിച്ചാത്തി എടുത്തോളൂ. സാൻവിയുടെ അഡ്വൈസാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. കൊച്ചു പിള്ളേരാരും പിച്ചാത്തി എടുത്തോളൂ കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരെ വീട്ടിലുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ആരും പിച്ചാത്തി എടുത്തുകൂടാ. കൈ മുറിയും. പിന്നെ അത് മാത്രമല്ല, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഇല്ലയോ? ആശുപത്രി കൊണ്ടുപോയി കുത്തി വെച്ചു. അങ്ങനെ ആരും പിച്ചാത്തി എടുത്തുകൂടാ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. കുഞ്ഞു മുട്ട കണ്ടോ പറഞ്ഞു, അതുപോലെ മുറിയും കേട്ടോ. എല്ലാരും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെന്താ പറയാനുള്ള? എഴുന്നേക്കത്. പിന്നെന്താ പറയാനുള്ള? ആളും ബാത്റൂം കാണിച്ചു കൊടുക്കാൻ. ഇത് ഹോം ടൂറാണോ? അപ്പൊ എന്താണ് വേറെ പറയാനുള്ള? ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും